കേരളത്തിലെ അടിസ്ഥാന പ്രശ്നം എന്താണ്? ഞാൻ ദീർഘകാലം സർക്കാരിൻ്റെ സർവീസ് മേഖലയിൽ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അനുഭവം കൂടി വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വലിയ തോതിൽ സാമൂഹ്യ പരിഷ്കരണം നടന്നിട്ടുള്ളൊരു നാടാണ് കേരളം. വിദ്യാഭ്യാസ രംഗം എടുത്താൽ 1864 മുതൽ നമുക്ക് വലിയ ചരിത്രമുണ്ട് ഇവിടെ. ബ്രിട്ടീഷുകാരുടെ കഥ അവിടെ നിൽക്കട്ടെ. കേരളത്തിൻ്റെ തന്നെ ചരിത്രം, കുടിപ്പള്ളിക്കൂടം തുടങ്ങി അന്ന് മുതൽ 2 നൂറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട്. ആരോഗ്യ രംഗമെടുത്താലും വലിയ ചരിത്രമുണ്ട് നമുക്ക്. ആരോഗ്യരംഗമാണ് ഞാൻ ഈ പറഞ്ഞ 1800. എന്തായാലും 1800കളിൽ ആരോഗ്യരംഗം, ധർമാശുപത്രി വലിയ ചരിത്രമുണ്ട് നമുക്ക്. രാജാവിൻ്റെ കാലം മുതൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തതും ധർമാശുപത്രികൾ ആരംഭിച്ചതും ഒക്കെ രാജാവിൻ്റെ കാലം മുതലാണ്. വലിയ ചരിത്രമുണ്ട് ഇവിടെ. ഭൂപരിഷ്കരണം കൂടെയൊക്കെ വന്നപ്പോൾ കുറേ മാറ്റം ഉണ്ടായി. എല്ലാ പാർട്ടിയിലും പുരോഗമന ചിന്തകളുള്ളൊരു നാടാണ് ഇവിടെ. ഇവിടെ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും അയ്യാഗുരുവും അയ്യങ്കാളിയും വൈകുണ്ഠസ്വാമിയും അതുപോലെ തന്നെ വേലായുധ പണിക്കർ, ഒരുപാട് ആളുകൾ പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ഉണ്ട്. അവരുടെ എല്ലാം നവോത്ഥാനപരം പ്രവർത്തനങ്ങളെ കൊണ്ടുമൊക്കെ വലിയ മാറ്റം വന്നിട്ടുള്ളൊരു സമൂഹമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇപ്പോൾ കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജ്, അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, യൂറോളജിയുടെ മേധാവിയുടെ വെളിപ്പെടുത്തൽ, ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ സർവീസ് രംഗമെടുത്താൽ ആരോഗ്യമാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ, അത് വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ. കാരണം ഞാൻ പറയാൻ കാരണം ജനങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടുത്ത പഞ്ചായത്ത് ഓഫീസിൽ എവിടെയായാലും പൂവർ സർവീസാണ്. സർവീസ് ഡെലിവറിയാണ് നമ്മളുടെ പ്രശ്നം. സർവീസ് ഡെലിവറി പൂവർ ആവുന്നതിൻ്റെ ഭാഗമായി ഇൻഫ്രാസ്ട്രക്ചർ ചിലയിടത്ത് പൂവറാണ്. ഇൻഫ്രാസ്ട്രക്ചർ പ്യുവർ ആയിരുന്നാലും അത് പ്യുവറാണോ അല്ലെങ്കിൽ പ്യുവർ അല്ലെ പ്യുവറാണോ മോശമാണോ നോക്കാനുള്ള ഒരു മനസ്സ് ഉദ്യോഗസ്ഥർക്കില്ല. 10 മണി മുതൽ 5 മണി വരെ വന്നിരുന്ന് പോകുന്ന ഒരു കയ്യാറാം പണിയല്ലാതെ മഹാഭൂരിപക്ഷത്തിനും ഇതിനോടൊരു കടപ്പാടുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം അഴിമതിയുണ്ട്. അഴിമതി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചെറിയ കാര്യം ചെയ്യണമെങ്കിലും തുക വേണം എന്നുള്ളതൊരു പ്രശ്നമാണ്. രണ്ടാമത് റെക്കമെൻഡേഷൻ. ആരെങ്കിലും ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു വിഷയം എന്താണ്? ആരെങ്കിലും ഫയൽ ഫോളോ അപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഫയൽ ഇറങ്ങുവാണ്. ഫോളോ അപ്പ് ചെയ്യാത്ത ഒരു ഫയൽ പോലും പിണറായി വിജയനൊക്കെ എത്ര തള്ളിമറിച്ചാലും ഒരു ഫയൽ പോലും അവിടെ നിന്ന് ഫോളോ അപ്പ് ചെയ്ത് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അത് സ്വതന്ത്രമായി 4 ദിവസം 2 ദിവസം 3 ദിവസം കൊണ്ട് ഫയൽ ഇറങ്ങുന്ന ഒരു ഫയലും കാണത്തില്ല. അപ്പോൾ ഫോളോ അപ്പ് വേണ്ടി വരും. ഒരുപാട് ഫയൽ ഉള്ളതുകൊണ്ടാണ് ഫോളോ അപ്പ് വേണ്ടി വരും. അഴിമതിയുണ്ട്, പണം കൊടുക്കണം. അപ്പോൾ വളരെ മോശപ്പെട്ട നിലവാരം കുറഞ്ഞ ഒരു സർവീസാണ് നമുക്കുള്ളത്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന സർവീസ്. ഇവിടെ യജമാനനും അടിമകളും തമ്മിലുള്ളൊരു ചിന്ത പോലെയാണ് കിടക്കുന്നത്. ബ്രിട്ടീഷുകാരനൊരു കൊളോണിയൽ മനസ്സ് മലയാളിക്ക് മാറിയിട്ടില്ല. ഇപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ വരുന്ന ഒരു ആൾ എന്തോ തെറ്റ് ചെയ്തതുപോലെ അല്ലെങ്കിൽ എന്തോ ദാനം വാങ്ങാൻ വന്ന് നിൽക്കുന്ന പോലുള്ളൊരു സമീപനമാണ്. അതിപ്പോൾ ഡയറക്ടർമാരായാലും DGP ആയാലും ആരായാലും അവർ ഐഡൻറ്റിറ്റി പറയാതൊരു ഓഫീസിലേക്ക് ചെന്നാൽ ഇത് തന്നെയാണ് സ്ഥിതി. വളരെ മോശമാണ് നമ്മുടെ ആ സംവിധാനം. വളരെ വളരെ മോശമാണ്. ഇതിൻ്റെ ബാക്കി പത്രമാണ് നമ്മുടെ ഇവിടെ കാണുന്നത്. കോട്ടയത്ത് സംഭവിച്ചത്, തിരുവനന്തപുരത്ത് സംഭവിച്ചത്, എല്ലായിടത്തും സംഭവിക്കുന്ന വിഷയം ഒരു റുട്ടീൻ കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറമുള്ള ഒരു സംവിധാനമില്ല. ഇനി 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ആരെങ്കിലും ഒരു സർക്കാർ സർവീസിൽ ഏത് ഓഫീസ് ആയിക്കോട്ടെ ക്രിയേറ്റീവായി ജോലി ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കൂടി അയാളെ കൊല്ലും. അഴിമതിക്ക് സ്കോപ്പുള്ളൊരു ഓഫീസിൽ അഴിമതി നടത്താത്തൊരു ഉദ്യോഗസ്ഥൻ വന്നാൽ എല്ലാവരും കൂടി അയാളെ കൊല്ലും. ഇവൻ സത്യസന്ധൻ വന്നിരിക്കുന്നു, ഗാന്ധിയൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാളെ കൊല്ലും. അപ്പോൾ അഴിമതി നടക്കാൻ സ്കോപ്പുള്ള ഒരു ഓഫീസിൽ അഴിമതി നടത്താത്ത ഓഫീസർക്ക് സ്പേസ് ഇല്ല. പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് സർവീസിൽ വരുന്ന ആളുകൾക്ക് മറ്റുള്ളവർ സപ്പോർട്ട് കൊടുക്കത്തില്ല. ജൂനിയേഴ്സ് എന്തെങ്കിലും പുതിയ ആശയമായി വന്നാൽ സീനിയേഴ്സ് അതിനെ പ്രൊമോട്ട് ചെയ്യത്തില്ല. തൻ്റെ താഴെയുള്ള ആളുകൾ എന്തെങ്കിലും കൊണ്ടുവന്ന് HOD അത് പ്രൊമോട്ട് ചെയ്യത്തില്ല. അപ്പോൾ സ്വപ്നങ്ങളില്ല, വിഷനില്ല, കാഴ്ചപ്പാടില്ല. അതിനേക്കാളൊക്കെ പ്രധാനമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ അഴിമതിയുണ്ട്. സർവീസ് കൊടുക്കുന്നത് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത സർവീസാണ്. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കമ്മിറ്റ്മെൻറ്റ് എങ്ങനെയാണ് കൊണ്ടുവരിക, ഇത് വളരെ പ്രധാനമാണ്. നിയമ നടപടികളിലൊക്കെ പലപ്പോഴും ഡിസ്മിസ് ചെയ്യലില്ല, സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ. അതൊരു വലിയ സുരക്ഷിതത്വമാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ എന്ത് തെറ്റ് ചെയ്താലും മുമ്പോട്ട് പോകാം. പിന്നെ പ്രൊമോഷൻ നടത്തുന്നത് പലപ്പോഴും സീനിയോറിറ്റി ബേസിലാണ്. അത് മാറി മെരിറ്റോറിയസ് പ്രൊമോഷൻ ആക്കിയാൽ, പെർഫോമൻസ് ബേസ്ഡ് പ്രൊമോഷൻ ആക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്.
അതുപോലെ ട്രെയിനിങ്, ഈ IMGയുടെ കിലയുടെ ട്രെയിനിങ് ഒന്നും പോരാ, SIRD പോലുള്ള സ്ഥാപന ട്രെയിനിങ് ഒന്നും പോരാ. നമ്മൾ IASകാർക്കെല്ലാം കൊടുക്കുന്ന പോലെ, IPSകാർക്ക് കൊടുക്കുന്ന പോലെ ആദ്യ വിപുലമായ ട്രെയിനിങ് നിശ്ചിത കാലയളവിൽ നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോൾ സർക്കാർ സംവിധാനം അടിമുടി ഉടച്ചു വാർത്തുകൊണ്ടല്ലാതെ കോട്ടയവും തിരുവനന്തപുരവും മെഡിക്കൽ കോളേജുകളുടെ പ്രശ്നമാകട്ടെ, വില്ലേജ് ഓഫീസുകൾ മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള പ്രശ്നമാകട്ടെ ഇവിടെ തീരില്ല. അതിനുള്ള പരിപാടി ഉണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം.